ഇതിൽ ശരത് കുമാർ ഇടയ്ക്കിടയ്ക്ക് പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, കൊഞ്ചം അഡ്ജസ്റ്റ് പണ്ണുങ്കോ ഫ്യൂച്ചർ നല്ലതായിരിക്കും എന്ന്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യും, ഫ്യൂച്ചർ നല്ലതായിരിക്കും. അവസാനം വരെ ഇയാൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഫ്യൂച്ചർ വരും എന്നൊക്കെ പറഞ്ഞിരുന്ന് പ്രസന്റ് ടൈം ഇങ്ങനെ വല്ലാണ്ട് സ്ട്രഗിൾ ചെയ്ത് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ തൊലഞ്ഞു പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നീട് ഒരു ഘട്ടത്തുന്ന സമയത്ത് ഈ ഫാമിലി തന്നെ ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി സ്വന്തമായിട്ടൊരു വീട് വാങ്ങണം എന്നുള്ളൊരു ഡിസിഷനൊക്കെ എടുത്ത് ഇവർ മുന്നോട്ട് പോകുന്ന ഒരു ഭാഗമുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ഈ സിനിമ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ്. നമുക്കിത് പറഞ്ഞ് കൺവേ ചെയ്യാനായിട്ട് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. എക്സ്പീരിയൻസ് ചെയ്യുക, നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ പടത്തിലുണ്ട്. പിന്നെ ഈ പടത്തിൽ ഈ സിദ്ധാർത്ഥിന്റെ കഥാപാത്രം ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് തോറ്റു പണ്ടാരടങ്ങി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന ഒരു സീനുണ്ട്, ഫുള്ള് മഴയെല്ലാം നനഞ്ഞിട്ട്. ആ മഴ സീൻ ഉണ്ടല്ലോ, അത് ഒരു ഗംഭീരമായിട്ടുള്ളൊരു മേക്കിംഗ് തന്നെയായിരുന്നു. അത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവരുടെ വാടക വീട്ടിൽ മൊത്തം വെള്ളം കയറിയിട്ട് ഇങ്ങനെ മുട്ടോളം വെള്ളത്തിൽ വരുന്നിരിക്കുന്ന സമയത്താണ് സിദ്ധാർത്ഥിന്റെ കഥാപാത്രം കയറി വരുന്നത്. ഇവൻ വളരെ പ്രതീക്ഷിച്ച് ഇന്റർവ്യൂവിന് പോയിട്ട് പൊളിഞ്ഞ് പാളിസായിട്ട് വരുന്ന സീനാണ്. ആ സീൻ എക്സാക്ട്ലി ലൈക്ക് നമ്മുടെ പാരസൈറ്റ് എന്ന് പറയുന്ന സിനിമയില്ലേ, കൊറിയൻ പടമില്ലേ, ആ പടത്തിലും നമ്മുടെ പാരസൈറ്റിലെ മെയിൻ കഥാപാത്രങ്ങളുടെ വീട്ടില് മഴ പെയ്ത് വെള്ളം കയറുന്ന സമയത്ത് ഇവരുടെ ടോയ്ലറ്റ് സീറ്റിലെ അതിൽ കൂടി വെള്ളമെല്ലാം പുറത്തേക്ക് വരുന്നൊരു സീനുണ്ട്. എനിക്ക് പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യാനാണ് തോന്നിയത്. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരുപാട് ഇൻസിഡന്റുകളും അവരെങ്ങനെയാണ് ഈ സിറ്റുവേഷനോട് സ്ട്രഗിൾ ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കി പുറത്ത് കിടക്കുന്നത് എന്നുള്ളത് ശരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പടം എന്ന് വെച്ചാലില്ലേ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. പ്രത്യേകിച്ച് ഇതുപോലുള്ള സിറ്റുവേഷനിൽ കൂടിയൊക്കെ കടന്നു വരുന്ന ആൾക്കാർക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വല്ലാണ്ടൊരു ഹോപ്പ് തരുന്ന ഒരു സിനിമയാണ്. പിന്നെ ഈ പടത്തിന്റെ ക്ലൈമാക്സിലേക്കെല്ലാം വരുന്ന സമയത്ത് ഇങ്ങനെ സ്വിച്ച് ഇട്ടതുപോലെ സൊല്യൂഷൻ ഉണ്ടാക്കലല്ല. ചില സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ, സ്വിച്ച് ഇട്ടതുപോലെ ഒരാളുടെ ലൈഫ് ടപ്പ് ചെയ്യുന്ന മാറ്റി കളയും. പക്ഷെ അങ്ങനെയല്ല, ഇത് ശരിക്കും ഒരു ആവറേജ് മനുഷ്യൻ എങ്ങനെയാണോ അവന്റെ ലൈഫിൽ രക്ഷപ്പെട്ട് മേലോട്ട് വരിക, അതേപോലെ തന്നെയാണ് സിനിമയുടെ ഒരു ഗ്രാഫ് എന്ന് പറയുന്നത്. മെല്ലെയാണ് ഒരുപാട് തോൽവികളിൽ കൂടി തോറ്റ് പതുക്കെയാണ് ഇവർ മേലോട്ട് കയറി വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഈ പടത്തിന്റെ മ്യൂസിക് ആണ്. ഈ പടത്തിന്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത് അമൃതാണ്. അതായത് ഈ വർഷങ്ങൾക്ക് ശേഷം മൂവിയുടെ മ്യൂസിക് ഡയറക്ടർ ഇല്ല, അദ്ദേഹമാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ചില ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നമുക്ക് എക്സാക്ട്ലി ലൈക്ക് മലയാളത്തിലെ ചില ഫേമസ് ആയിട്ടുള്ള പാട്ടുകളുടെ ഒരു ട്രാക്ക് പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അത്രയും ശ്രദ്ധിച്ചിരുന്നാലേ അത് ആ സിറ്റുവേഷൻ യോജിക്കുന്നുണ്ട്, വല്ലാണ്ട് ഓടായിട്ടൊന്നും തോന്നില്ല, പക്ഷെ സിറ്റുവേഷനോട് യോജിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള പാട്ടും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. ദേവയാനിയുടെ പെർഫോമൻസ് എടുത്ത് പറയേണ്ടതാണ്. അതുപോലെ തന്നെ അതായത് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു വീട്ടമ്മയായിട്ട് ഒതുങ്ങി പോകേണ്ട ഒരാളുടെ ഒരു അവസ്ഥയാണ് ആ സിനിമ കാണിച്ചിരുന്നത്. അത് സ്ത്രീകളുടെ പ്രശ്നം, സ്ത്രീകളുടെ വലിയ എന്തോ പ്രശ്നം ഞാൻ പറയാൻ വേണ്ടി പോകുന്നു എന്നുള്ളൊരു രീതിക്കല്ല, സബ്റ്റിലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്താണ് സംഭവിക്കുന്നുള്ളത്. പിന്നെ എനിക്കിതിൽ വളരെ ഓടായിട്ട് തോന്നിയ രണ്ട് കാര്യം എന്ന് വെച്ചാൽ, ഒന്ന് ഈ സിദ്ധാർത്ഥിന്റെ സിസ്റ്ററുടെ കല്യാണം, അത് എനിക്ക് തോന്നുന്നു അത് വല്ലാണ്ട് ചടപടയുന്നായ പോലെ തോന്നി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില കാര്യങ്ങൾ സ്വിച്ച് ഇട്ടതുപോലെയൊക്കെ മാറുന്നു അതുപോലെ തോന്നി. അതുപോലെ തന്നെ സിദ്ധാർത്ഥിന്റെ ഒരു